കാടിറങ്ങി വന്ന കാട്ടാനകളെ കുറിച്ചൊക്കെ പലപ്പോഴും പറയാനുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കല്ലാറിൽ ഇറങ്ങിയ കാട്ടാന 12 മണിക്കൂറുകൾക്ക് ശേഷം കാട് കയറിയിട്ടുണ്ട്. രാത്രി 9 മണിയോടെയാണ് പിടിയാന കാട്ടിലേക്ക് നീങ്ങിയത്. CK അഭിലാൽ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്നും. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ആദ്യം ഒരു ആന വിശേഷമാണല്ലേ. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, കാട് കയറിയിട്ടുണ്ട്, പറയൂ. പൂജ, ഗുഡ് മോർണിംഗ്. കാട്ടാന പുഴയിൽ ഇത്ര സമയം നിലനിൽക്കുക എന്നുള്ളത് അത്യപൂർവമായ ഒരു സംഭവമാണ്. വനംവകുപ്പ് ജീവനക്കാർ എത്തി പുഴക്കരയിൽ നിന്നും പടക്കം പൊട്ടിച്ച ശേഷവും ആന കാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഏറെക്കുറെ 12 മണിക്കൂർ സമയം പിന്നിട്ട വേളയിൽ രാത്രി 9 മണിയോടെ ആന സ്വയം കാട്ടിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. വനംവകുപ്പ് ജീവനക്കാർ അതിനെ പിന്തുടർന്ന് കുറച്ചു ദൂരം പോയി. പക്ഷേ രാത്രിയും വനമേഖല എന്നുള്ളതും കണക്കിലെടുത്ത് പിന്നീട് മടങ്ങുകയാണ് ഉണ്ടായത്. ഇതിനെ പിന്തുടർന്നുള്ള നിരീക്ഷണം ഇന്നുണ്ടാകുമെന്നാണ് വനംവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്. മലബന്ധം അഥവാ ഇരണ്ടക്കെട്ടിനെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകളും വേദനയും അതിലൊരു പരിഹാരം തേടി അല്ലെങ്കിൽ ആശ്വാസം തേടി പുഴയിലെ വെള്ളത്തിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. പൂർണ്ണാർത്ഥത്തിൽ അത് ശരിയാവണമെന്നില്ല എന്നുള്ളതാണ്. വനംവകുപ്പിൽ നിന്നുള്ള ഡോക്ടർമാരും പുഴക്കരയിലെത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഏറെക്കുറെ പാതിയോളം മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നതിനാൽ തന്നെ പൂർണ്ണ നിരീക്ഷണത്തിന് സാധ്യമാകുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഡോക്ടർമാർ അടങ്ങുന്ന സംഘം വനമേഖലയിൽ തിരച്ചിലിന് പോകുന്നുണ്ട്. ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങൾ തന്നെ ഇതിന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. വെള്ളിയാഴ്ച പകൽ സമയത്ത് വനമേഖലയിൽ പുഴക്കരയിൽ ആനയെ കണ്ടിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ പാടുകളോ ഉള്ളതായി പ്രഥമദൃഷ്ട്യാ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നടത്തുന്ന ഒരു നിരീക്ഷണത്തിലായിരിക്കും ആനയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരിക. ശരി അഭിലാൽ, കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ തമ്പടിച്ചു നിന്നതുകൊണ്ട് വനംവകുപ്പും ഡോക്ടർമാരുടെ സംഘവും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആന കാട് കയറിയിട്ടുണ്ട്. ഇന്നും നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം. CK അഭിലാലായിരുന്നു വിവരങ്ങൾ നൽകിയത്.